KSEBക്ക് മുന്നിൽ CITU യൂണിയന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സമരം നടക്കുകയാണ്. വൈദ്യുതി ഭവന് മുമ്പിൽ, തിരുവനന്തപുരത്തെ വൈദ്യുതി ഭവന് മുമ്പിൽ കഴിഞ്ഞ ദിവസം തുടങ്ങി. CITUവിൻ്റെ വലിയ നേതാവും അതുപോലെ ആലപ്പുഴയിലെ MLA PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. മേഴ്സിക്കുട്ടി അമ്മ പങ്കെടുത്തു. അങ്ങനെ പല നേതാക്കളും പങ്കെടുക്കുന്നു. KSEBക്കെതിരെയായിട്ടാണ് പ്രധാനമായിട്ടും ചില ആവശ്യങ്ങൾ, അവരുടെ സംഘടനയുടെ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സമരം അതിനുവേണ്ടിയുള്ളതല്ല. ബിജു പ്രഭാകരനായ KSEB ചെയർമാനെ അടിച്ചോടിക്കുന്നതിനും KSEBയിൽ നിന്ന് പുറത്താക്കുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ ആ സമരം നടക്കുന്നത്. അത് നമുക്ക് ഇന്നലത്തെ നേതാക്കന്മാരുടെ പ്രത്യേകിച്ച് ചിത്തരഞ്ജൻ്റെ പ്രസംഗം ഒന്ന് വിലയിരുത്തുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നതാണ്. അവർ ആവശ്യങ്ങളൊന്നും ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞില്ല. അവർ ആവശ്യങ്ങൾ കുറേ പറയുന്നുണ്ട് കേട്ടോ. അതായത് KSEBയിലെ നിയമനങ്ങൾ ഉടൻ തന്നെ PSCക്ക് വിടണമെന്ന് ഉള്ള ആവശ്യമുണ്ട്. അതുപോലെ വർക്കർമാരായവരെ ലൈൻമാൻമാരാക്കണമെന്നുള്ള ആവശ്യമുണ്ട്. അതുപോലെ മറ്റ് പല ആവശ്യങ്ങളും, പിന്നെ ശമ്പളവുമായി ബന്ധപ്പെട്ട അരിയറുകൾ കിട്ടണമെന്നും കുടിശ്ശിക കിട്ടണമെന്നൊക്കെ പറഞ്ഞുള്ള ആവശ്യങ്ങൾ, അങ്ങനെ നിരവധി ആവശ്യങ്ങൾ. അതുപോലെ ഗുണമേന്മയുള്ള സാധനങ്ങൾ, പിന്നെ വൈദ്യുതി പ്രസരണത്തിന് വേണ്ടിയിട്ട് ഗുണമേന്മയുള്ള സാധനങ്ങൾ വാങ്ങിക്കണമെന്നും ഒക്കെ പറഞ്ഞുള്ള കുറേ ഡിമാൻഡുകളുണ്ട്. അത് സാധാരണ സമരത്തിലുള്ളതാണ്. പക്ഷേ ഇവരുടെ സമരത്തിൻ്റെ പ്രധാന ലക്ഷ്യം ബിജു പ്രഭാകരനെ KSEB ചെയർമാനെ പുറത്താക്കുക എന്നുള്ളതാണ്. എന്തിനാണ് KSEB ചെയർമാനെ പുറത്താക്കുന്നത്? അദ്ദേഹം KSEBക്ക് എന്തെങ്കിലും ദോഷം ചെയ്തോ? KSEBയെ ഇപ്പം ഉപദ്രവിക്കാൻ എന്തെങ്കിലും ചെയ്തോ? അല്ല. പ്രധാനമായിട്ടും ഒരു കുത്തക കമ്പനിക്ക് വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കാൻ കൊടുത്തിരിക്കുന്ന കരാർ നീക്കിക്കൊടുക്കുന്നതിനെതിരായിട്ട് നിൽക്കുകയും KSEBക്ക് അനുകൂലമായിട്ട് നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ബിജു പ്രഭാകരനെ പുറത്താക്കാൻ ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനമനുസരിച്ച്, പാർട്ടി തീരുമാനമനുസരിച്ചാണ് CITU സമരം നടത്തുന്നത്. നമ്മൾ സാധാരണ CITU സമരങ്ങളെല്ലാം അങ്ങനെയാണ്. പാർട്ടിയെ നിലനിർത്താനും പാർട്ടി നേതാക്കന്മാരുടെ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ട് നിങ്ങൾ കുറേ പിന്നെ ഡിമാൻഡുകൾ വെച്ചോളൂ, നിങ്ങൾക്ക് പിന്നെ ശമ്പളം കുടിശ്ശിക വേണം, അതാണ്. പക്ഷേ നമുക്ക് ആവശ്യം അവനെ പുറത്താക്കുക എന്നുള്ളതാണ്. എന്തായാലും ബിജു പ്രഭാകരൻ ഈ കാർബറാണ്ടം കമ്പനിയുടെ കരാർ നീട്ടിക്കൊടുക്കുന്നതിനെതിരായിട്ട് ഉറച്ച നിലപാടിൽ നിന്ന ഒരു പിന്നെ KSEB ചെയർമാനാണ്, IAS ഉദ്യോഗസ്ഥനാണ് ബിജു പ്രഭാകർ. പക്ഷേ കാർബറാണ്ടത്തിൻ്റെ കരാർ വീണ്ടും 25 വർഷത്തേക്ക് സർക്കാർ നീട്ടിക്കൊടുക്കുകയും ചെയ്തു. ഇത് രഹസ്യമായിട്ടും ആരും അറിയാതെ കരാർ നീട്ടിക്കൊടുക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയത്. പക്ഷേ KSEBയിൽ നിന്നും ഈ വിവരം പുറത്തു പോവുകയും രമേശ് ചെന്നിത്തല അത് വലിയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. രമേശ് ചെന്നിത്തല ഇങ്ങനെ 30 വർഷമായിട്ട് കരാർ 1991 മെയ് മാസം ഉണ്ടാക്കിയ കരാറാണ്. അതെ, ഈ ഡിസംബറിൽ, അതായത് 24 ഡിസംബറിൽ അത് അവസാനിക്കും. 30 വർഷ കാലാവധി അവസാനിക്കും. അപ്പോൾ ആ കരാർ ഇനി അവസാനിപ്പിച്ചിട്ട് മണിയാറിലെ വൈദ്യുതി ഉൽപ്പാദന സംവിധാനങ്ങളെല്ലാം KSEBക്ക് തിരിച്ച് വിട്ടുകൊടുക്കണം. അങ്ങനെ KSEB ഇനി അവിടെ നിന്ന് വൈദ്യുതി ഉണ്ടാക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇനി കരാർ നീട്ടിക്കൊടുക്കരുത്, ഒരു കുത്തക കമ്പനിയാണ്, അത് ശരിയായ നടപടിയില്ല എന്ന് പറഞ്ഞ് പിന്നെ ചെന്നിത്തല വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ ചെന്നിത്തലയ്ക്ക് വിവരങ്ങൾ കിട്ടുന്നത് കൃത്യമായിട്ട് KSEB തന്നെയാണ്. പക്ഷേ ബിജു പ്രഭാകരനിൽ നിന്നോ അല്ലെങ്കിൽ അത് ബിജു പ്രഭാകരനായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കാം KSEBക്ക് അല്ലെങ്കിൽ ചെന്നിത്തലയ്ക്ക് വിവരങ്ങൾ കിട്ടിയത്. പക്ഷെ അത് സർക്കാർ വളരെ രഹസ്യമായിട്ട് കച്ചവടം നടത്താൻ കോടിക്കണക്കിന് രൂപ പിന്നെ അത്യാവശ്യം കമ്മീഷൻ അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിക്കൊണ്ട് ഈ കച്ചവടം നടത്താം എന്നാണ് തീരുമാനിച്ചത്. കരാർ നീട്ടിക്കൊടുക്കാമെന്നാണ് തീരുമാനിച്ചത്. പക്ഷേ നീട്ടിക്കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പുറത്തറിഞ്ഞതിന് കാരണം ഇത് KSEBയിലെ ഉദ്യോഗസ്ഥന്മാരാണ്. ഇവർ പിന്നെ കഴിഞ്ഞ 2022 പോലും ഈ കാർബറാണ്ടത്തിന് ഇങ്ങനെ കരാർ നീട്ടിക്കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് നോട്ട് എഴുതുകയും ചെയ്തു. ആ നോട്ട് ഉൾപ്പെടെയാണ് പിന്നെ രമേശ് ചെന്നിത്തല പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ, പ്രത്യേകിച്ച് CPM-ഉം പിണറായി വിജയനും രാജീവും കൂടെ ചേർന്നുകൊണ്ട് വൈദ്യുത മന്ത്രി അറിയാതെ ഒരു കച്ചവടം നടത്താൻ ശ്രമിച്ചപ്പോൾ അത് പുറത്തറിഞ്ഞതിൻ്റെ കാരണക്കാരൻ പിന്നെ ബിജു പ്രഭാകരനാണ്, ചെയർമാനാണ് എന്ന ധാരണയിലാണ് ഇപ്പോൾ ബിജു പ്രഭാകരനെ അടിച്ചു പുറത്താക്കാൻ ഇപ്പോൾ CITUവിനെ കൊണ്ട് സമരം തുടങ്ങിയിരിക്കുന്നത് എന്നതാണ് സത്യം, യാഥാർത്ഥ്യം. ഇതങ്ങനെയാണ്. കാരണം KSEBയെ നന്നാക്കാൻ നീ ആര് വന്നാലും, ഏത് IAS ഉദ്യോഗസ്ഥൻ വന്നാലും അവർക്കെതിരെ പടപൊരുതുക, അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക, അവർക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക, അവർക്കെതിരെ സമരങ്ങൾ നടത്തുക, എന്നിട്ട് അവരെ അടിച്ചു പുറത്താക്കുക. ഇത് നമ്മൾ മുമ്പും കണ്ടതാണ്. ഇപ്പോൾ B. അശോകൻ അവിടെ ചെയർമാനായിരുന്നു. അദ്ദേഹം കുറേ കാര്യങ്ങൾ KSEBയുടെ ലാഭത്തിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചു. പക്ഷേ അങ്ങനെ KSEB ലാഭത്തിൽ കൊണ്ടുപോകാൻ നീ ആരാണ്? നിന്റെ കുടുംബ വകയാണോ? ഇത് ഞങ്ങൾക്ക് ധൂർത്തടിക്കാനും
ഞങ്ങൾക്ക് ആവശ്യം പോലെ പണം ഉണ്ടാക്കാനും ഞങ്ങൾക്ക് കരാർ കൊടുത്തിട്ട് ആ കരാർ വഴി കമ്മീഷൻ അടിക്കാനും പാർട്ടിക്ക് ഫണ്ട് ഉണ്ടാക്കാനും വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ KSEB നന്നാക്കാനും നോക്കണ്ട. ഞങ്ങൾക്ക് ഈ KSEB നന്നാക്കി കഴിഞ്ഞാൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ പറ്റില്ല. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാതിരുന്നാൽ കമ്മീഷൻ അടിക്കാൻ പറ്റില്ല. പാർട്ടിക്കും യൂണിയൻ നേതാക്കൾക്കും കമ്മീഷൻ അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും കേരളത്തിലെ വൈദ്യുതി ഉൽപ്പാദനം ഇനി മെച്ചപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇതാണ് CI2 യൂണിയന്റെ പ്രധാന നിലപാടെന്ന് നമുക്ക് പറയാം. അത് അവർ പറയുന്നില്ല എന്നേ ഉള്ളൂ. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇത് തന്നെയാണ്. കാരണം വൈദ്യുതി നമ്മൾക്ക് കേരളത്തിൻ്റെ വൈദ്യുതി ഒരു സ്കേഴ്സിറ്റി അനുഭവിക്കുന്ന സംസ്ഥാനമായിട്ട് മാറണം. വൈദ്യുതി ഉൽപ്പാദനത്തിന് നമ്മൾ കേരളം ഒരു സ്വയം പര്യാപ്തമായ ഒരു സംസ്ഥാനമായിട്ട് മാറരുത്. എപ്പോഴും വൈദ്യുതിക്ക് നമുക്ക് ക്ഷാമം ഉണ്ടാകണം. അങ്ങനെ ക്ഷാമം ഉണ്ടായാൽ മാത്രമേ നമ്മൾ വൈദ്യുതി പുറത്തുനിന്ന് വിലയ്ക്ക് വാങ്ങാൻ പറ്റൂ. അത് കൂടിയ വിലയ്ക്ക് വാങ്ങേണ്ടി വരും. കാരണം ആൾക്കാർ പിന്നെ പവർ കട്ട് വരുമ്പോൾ ആൾക്കാർ സർക്കാരിനെതിരായിട്ട് വരും. അതുകൊണ്ട് പവർ കട്ട് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് വൈദ്യുതി വിലയ്ക്ക് വാങ്ങും പുറത്തുനിന്ന്. അപ്പോൾ പുറത്തുനിന്ന് വിലയ്ക്ക് വാങ്ങുമ്പോൾ പിന്നെ 4 രൂപയ്ക്ക് കിട്ടുന്ന വൈദ്യുതി 10 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കമ്മീഷൻ അടിച്ചു മാറ്റാൻ കഴിയും. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കേണ്ട KSEBയെ KSRTCയെ നന്നാക്കാൻ ബിജു പ്രഭാകർ കുറേ ശ്രമിച്ചു. പക്ഷേ ബിജു പ്രഭാകറിനെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കി. ഇപ്പോൾ KSEBയിൽ വന്ന് ബിജു പ്രഭാകർ നന്നാക്കാൻ ശ്രമിക്കുന്നു. നീ ഒരു കുന്തോ ഇവിടെ ചെയ്യേണ്ട എന്ന തരത്തിലാണ് ഇപ്പോൾ പിന്നെ CI2 യൂണിയന്റെ നിലപാട്. എന്തായാലും നമുക്ക് കാണാം ബിജു പ്രഭാകറിന് എത്ര കാലം അവിടെ ചെയർമാനായിട്ടിരിക്കാൻ പറ്റും എന്നത് തീർച്ചയാണ്. CI2 തീരുമാനിച്ചു കഴിഞ്ഞു, CI2 യൂണിയൻ തീരുമാനിച്ചു കഴിഞ്ഞു KSEBയിലെ ഈ ബിജു പ്രഭാകരൻ നീ ഇവിടെ ഇരിക്കേണ്ട, ഇറങ്ങിപ്പോകണം. അത് മന്ത്രി നിയന്ത്രിക്കണമെന്നൊക്കെയാണ് ഇപ്പോൾ ചിത്രഞ്ജൻ പറഞ്ഞിരിക്കുന്നത്. നിയന്ത്രിക്കണമെന്നല്ല പാർട്ടിയോട്, അത് മന്ത്രിയോട് പറയുന്നുണ്ടെങ്കിലും പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇനി ബിജു പ്രഭാകരൻ ഒരു കാലമൊന്നും കൂടുതൽ കാലമൊന്നും KSEBയിൽ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. അതാണ് ഈ KSEBയുടെ അവസ്ഥ. നമുക്കറിയാം KSEB ഒരു വലിയ വെള്ളാനയായിട്ട് മാറും. KSRTCയെക്കാളും ഗുരുതരമായ ഒരു സ്ഥാപനമായിട്ട് KSEB മാറും. KSEB അങ്ങനെ മാറുമെന്ന് ബിജു പ്രഭാകരൻ പറഞ്ഞതുപോലും CI2 അംഗങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.